സ്വന്തം മാതാവടക്കമുള്ളവരെ, കുടുംബത്തിലെ 4-5ഓളം ആളുകളെ എപ്പോഴും സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന കൊച്ചനുജനെ വരെ നിഷ്ഠൂരമായി ചുറ്റിയുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ ആ ദുരന്ത വാർത്തകളാണ് 2-3 ദിവസങ്ങളായി നമ്മുടെ ഇടയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ സംഭവം കാണുന്നതെന്നറിയോ? മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ പണി ചെയ്യുന്നത് എന്നുള്ള കണ്ടെത്തലുകളാണ് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നത്, നമ്മളെ ഭയപ്പെടുത്തുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഖംർ ഉമ്മുൽ ഖബായിസ്. കള്ള് എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത്, മയക്കുമരുന്ന് എന്ന് പറയുന്നത്, മനസ്സിന് ഉത്തേജനം ചെയ്യുന്ന, മനസ്സിനെ ബുദ്ധിയെ മറക്കുന്ന എല്ലാം അത് സകല നാശങ്ങളുടെയും തെറ്റുകളുടെയും ഉമ്മയാണത്. എന്തോ ഒരു വലിയ വാക്കാണ്. 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ടൊരു മുന്നറിയിപ്പ്, ആരെങ്കിലും ഈ മദ്യമോ മയക്കുമരുന്നോ ഇങ്ങനെയുള്ള ഈ വസ്തുക്കൾ ഉപയോഗിച്ചാൽ 40 ദിവസം അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അടിവരയിടേണ്ട ഭാഗം പറയാൻ, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരാൾ രാത്രി തന്നെ മരണപ്പെടുകയാണെങ്കിലോ ഓൻ ശവമായി മാറുകയാണ്. ഓനൊരു ശവമായിട്ട് മാറാൻ വളരെ ഡേഞ്ചർ വിഷയമല്ല ഇത്. എല്ലാ തെറ്റ് ചെയ്യാനുമുള്ള കാരണം അതാണ്. ഒരാളോടൊരു കത്തിയെടുത്തൊരു ചുറ്റിയെ കൊടുത്തൊരു തന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞാലേ എനിക്ക് കഴിയൂലെന്ന് പറയും. മനസ്സതിന് സമ്മതിക്കത്തില്ല. വ്യഭിചരിക്കാൻ പറഞ്ഞാലും തദൈവ, കള്ള് കുടിക്കാൻ പറഞ്ഞാലും തദൈവ. കുടിച്ചാലോ ഇത് മഹാനായ പെണ്ണയെ പഠിപ്പിച്ച ഉമ്മുൽ ഖബായിസ്, എല്ലാ തെറ്റുകളുടെയും ഉമ്മയാണത്. ആ ഉമ്മയായതുകൊണ്ട് തന്നെ അതിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ വഞ്ഞാറമൂടക്കമുള്ള കൂട്ടക്കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജാഗരൂകരാകേണ്ട സന്ദർഭമാണ് ഈ വിശുദ്ധമായ റമളാനിന്റെ മുമ്പിലുള്ള വെള്ളിയാഴ്ച. കൂടുതൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നെ പ്രിയപ്പെട്ടവരാൻ സൂചിപ്പിക്കുകയാണ്. കാരണം കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് വലിയ ഏത് രീതിയിൽ നമുക്ക് സേഫ്റ്റി നൽകേണ്ടവരാണ്, നമുക്ക് സുരക്ഷ നൽകേണ്ടവരാണ്. എന്നാൽ അവർ തന്നെ കൊലയാളികളാവുകയാണ്. ഖുർആൻ പറഞ്ഞല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും. നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളുടെ ശത്രുക്കളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണമെന്ന് മഹാൻ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയാം. കൊലയാളികൾ നമ്മുടെ മക്കളിൽ തന്നെയുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ സ്വന്തം മക്കൾ നമ്മുടെ കൊലയാളികളായി മാറുകയാണ്. നിന്റെ സ്വന്തം മോൻ ഫിതനുൻ, ഓൻ നിനക്ക് വലിയ ഫിതനയാണ്. ഒരുപക്ഷെ നിന്റെ മോന്റെ കൈ കൊണ്ടാവും നിന്റെ മരണം, അവൻ നിന്നെ കൊല്ലുകയാകും. ഏതുപോലെ മഹാനര് പഠിക്കുകയാണ്. കരിമ്പ്, വാഴയും ഞണ്ടുകളും കാത്തിരുഹാദനൊക്കെ കൊല്ലുന്നതാ, അതൊക്കെ കുട്ടികളാണ് കൊല്ലുന്നത്. കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കണം. വാഴ പ്രസവിക്കുന്നതോടുകൂടി കഴിഞ്ഞു, അവസാനം എന്നതുപോലെ ഒരു കുട്ടി ഉണ്ടായി വളർന്നു വലുതാകൊണ്ട് നമ്മളത് കഴിഞ്ഞു. വാഴ കുലച്ചു വാഴ നശിക്കുന്നത് പോലെ, അതേപോലെ തന്നെ കരിമ്പിന്റെ അടിയിൽ വാഴ മുളച്ച് കുട്ടികൾ ഉണ്ടാകുന്നതോടുകൂടി ഇതിന്റെ ആയുസ് കുറയും. ഞണ്ട് എന്ന് പറയുന്ന സാധനം പ്രസവിക്കുന്നതോടുകൂടി അതിന്റെ അവസാനിക്കുകയാണ്. അതുപോലെ 8 കാലി കൊണ്ട് നടക്കുന്ന കുട്ടികളെ വയറ്റിൽ കൊണ്ട് നടന്ന സ്വന്തം അമ്മയെ തിന്നുകയാണ്, ഇങ്ങനെ മരിച്ചു പോവുകയാണ്. എന്നതുപോലെ ഇരുപതുണ്ടായിട്ടും കാര്യമില്ല. ഒറ്റ ഒരു കുട്ടിയാണെങ്കിൽ നല്ലവനായുള്ളത് മതി. കാരണം എന്താണെന്നറിയോ, പന്നിക്ക് എത്ര കുട്ടികളുണ്ട്, ഒരു കാര്യമില്ലല്ലോ.
കഫാ മിൻ ഔലാദി ഫീലിൻ വാഹിദുൻ ജദലു. ഒരൊറ്റ ആനക്കുട്ടി മതി. എന്നതുപോലെ സ്വന്തം മക്കളാൽ നമ്മൾ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ വരികയാണ്. മഹാനായ പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഷെയ്ഖ് സൈദി, പേർഷ്യൻ കവിയാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു വീടിന്റെ മുമ്പിലൂടെ അങ്ങനെ പോവാൻ, അപ്പൻ്റെ ഫക്കീർ ദുആ ചെയ്യാൻ, എനിക്കൊരു മോനെ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. മോനെ വേണമെന്ന് കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അത് മോനെ കിട്ടി. അവസാനം ആ മോനെ വലുതായി. ഒരു ദിവസം ഷെയ്ഖ് സൈദി ആ വീടിന്റെ മുമ്പിലൂടെ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ചോദിച്ചു, മുമ്പ് ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാവപ്പെട്ടവനുണ്ട്, അവൻ എവിടെ പോയത്? ആളുകൾ പറഞ്ഞു, ഓൻ ജയിലിലുള്ളത്. എന്തേ കാര്യം എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഓന്റെ മോൻ ഒരാളെ കൊന്നു, മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരാളെ കൊന്നപ്പോൾ അവനെ കിട്ടിയില്ല, പിന്നെ ഉപ്പാനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവം. അദ്ദേഹത്തിന്റെ ഗുലിസ്താൻ കവിതയിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മളാണ്. ഒരുപക്ഷെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഗവൺമെന്റ് ചെയ്യണം. ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ 25 കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. രാവിലെ 6:20 തുടങ്ങിയ പരിപാടികൾ 10:30 തുടങ്ങിയ ഈ കൊലപാതകം 6:20 അവസാനിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇവൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദി ഗവൺമെന്റാണ്, ഉത്തരവാദികൾ നാട്ടിലെ നേതാക്കന്മാരാണ്, ഉത്തരവാദികൾ മാതാപിതാക്കളാണ്, സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ പ്രവർത്തകന്മാരാണ്. പക്ഷേ ഡെമോക്രസിന്റെ വാള് പോലെ ഇവർക്കൊക്കെ കടിഞ്ഞാണിടാൻ പേടിപ്പെടുത്തുന്ന 1-2 കാര്യങ്ങളുണ്ടെന്നറിയാം നിങ്ങൾ. ഉസ്താദുമാരുടെ, അധ്യാപകന്മാരുടെ വടി അവർക്ക് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരാൾക്ക് വേണമെങ്കിൽ ഇത് മാതാപിതാക്കൾക്കും മറ്റുമൊക്കെ വലിയ പ്രശ്നമുള്ളത്. ശൈശവ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേരിൽ കുട്ടി എന്തെങ്കിലും മദ്യപിക്കുന്നത് കണ്ടാൽ ആ കുട്ടിക്ക് വടിയെടുത്താൽ ആ അദ്ദേഹം അറസ്റ്റിലാണ്, പോക്സോ കേസിൽ അറസ്റ്റിലാണ്. അതേപോലെ തന്നെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ എന്തെങ്കിലും സ്വന്തം മോനോട് ചെയ്താൽ അവന് കേസ് കൊടുത്താൽ ഇവന്റെ ഉമ്മയും ബാപ്പയും അറസ്റ്റിലാണ്. അതുപോലെ നാട്ടിലെ കാരണന്മാർ ആരെങ്കിലും വിളിച്ചുകൊണ്ട് എന്തിനാ ചെയ്യുന്നടാ എന്ന് ചോദിച്ചാൽ സദാചാര പോലീസ് ചമയുന്നു എന്നും പറഞ്ഞ് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു നിയമത്തിന് ഭേദഗതി വരുത്താതെ ഈ കാണുന്ന മദ്യമയക്ക് ലോബികളെ പിടിച്ചു കെട്ടാൻ ഈ രാജ്യത്തൊരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതാണ്. ആ വടി തിരിച്ചേൽപ്പിക്ക്. നാട്ടുപ്രമാണിമാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ സദാചാര പോലീസ് ചമഞ്ഞു എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകാതെ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്വതം കൊടുക്കണം. ഇങ്ങനെയൊക്കെ നടന്നാൽ കാര്യങ്ങൾ നടക്കും. അല്ലാതെ കൂടുതലൊന്നും ഈ രംഗത്ത് പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് ശരിക്കും ശാസിക്കാനുള്ള സംഭവം കൊടുക്കണം. ഹഡ്മാഷ മുമ്പിൽ വെച്ചുകൊണ്ട് നിന്നെ കൊല്ലുമട എന്ന് പറയാൻ മാത്രം ഈ വിദ്യാർത്ഥിക്ക് ധൈര്യം പകർന്നത് ഈ കാണുന്ന ശൈശവ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ധൈര്യമാണ്. ഇതിലൊക്കെ ഒരു മാറ്റം വന്നാൽ നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന ബോധം നമുക്ക് വേണം.